സഖാവ് ധീരജ് രക്തസാക്ഷി ദിനം ജനുവരി 10. ധീരജ് രാജേന്ദ്രൻ സ്മാരക മന്ദിരം ശിലാസ്ഥാപനം എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. സിറോ മലബാർ സഭയ്ക്ക് ഇനി പുതിയ നാഥൻ. മാർ റാഫേൽ തട്ടിൽ, മേജർ ആർച്ച് ബിഷപ്പ്. തൃശൂരിന്റെ സ്വന്തം തട്ടിൽ പിതാവിന്. സിറോ മലബാർ സഭയുടെ നാഥൻ. തെലങ്കാന ആസ്ഥാനമായുള്ള ശംഷാബാദ് രൂപത ബിഷപ്പായ മാർ റാഫേൽ തട്ടിലിനെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. സഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി അദ്ദേഹം ചുമതലയേൽക്കും. മത്സ്യഫെഡിന്റെ സീഫുഡ് റെസ്റ്റോറന്റ് കേരള സീഫുഡ് കഫേയുടെ ഉദ്ഘാടനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വിഴിഞ്ഞത്ത് നിർവഹിച്ചു. മിതമായ വിലയിൽ അതിഗംഭീരമായ ഭക്ഷണം ലഭ്യമാകുന്ന ഈ പദ്ധതി കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF സർക്കാർ. നവകേരള സദസ്സിൽ നിവേദനം നൽകി 40 ദിവസം കുളപ്പറമ്പ് പുക്കുത്ത് പെരുമ്പുല്ല് കോളനിയിലെ അമ്മിണിക്ക് റേഷൻ കാർഡ് ലഭിച്ചു. വർഷങ്ങൾക്കുശേഷം ഇന്നലെയാണ് ശരിക്കും ഉറങ്ങിയത്. ആരുമില്ലാത്ത എനിക്ക് സർക്കാർ നൽകിയ സമ്മാനം മറക്കില്ല. വീട്ടിലെത്തി BPL റേഷൻ കാർഡ് നൽകിയ ഏറനാട് താലൂക്ക് സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാറിനോട് അമ്മിണി മനസ്സു തുറന്നു. പുറമ്പോക്കിലും മറ്റും കഴിയുന്നവർക്ക് വീട്ടുനമ്പറിന്റെ സ്ഥാനത്ത് 0 എന്ന് രേഖപ്പെടുത്തി റേഷൻ കാർഡ് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മിണിക്ക് സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തതിനാൽ റേഷൻ കാർഡ് ലഭിച്ചിരുന്നില്ല. ഓഫീസുകൾ കയറിയിറങ്ങി കാർഡിനായി അപേക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ നാടിയും അമ്മ മുണ്ടിയും 15 വർഷം മുമ്പ് മരിച്ചു. കുടുംബസ്വത്ത് ഭാഗിച്ചിരുന്നില്ല. സഹോദരൻ താമിയും കുടുംബവും മറ്റൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ റേഷൻ കാർഡും കൊണ്ടുപോയി. ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും കൊണ്ടുള്ള വീട്ടിൽ നാട്ടുകാരുടെ സഹായത്തിലാണ് അമ്മിണി കഴിയുന്നത്. നവംബർ 29 മഞ്ചേരി മണ്ഡലം നവകേരള സദസ്സിൽ പഞ്ചായത്ത് അംഗം കെ വിജയകുമാരിയുടെ സഹായത്താലാണ് നിവേദനം നൽകിയത്. റേഷൻ ഇൻസ്പെക്ടർ പി പ്രദീപ് വീട്ടിലെത്തി അമ്മിണിയുടെ പ്രയാസം മനസ്സിലാക്കി. തിങ്കളാഴ്ച മഞ്ചേരിയിലെ സപ്ലൈ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ഫോട്ടോ എടുത്തു. ചൊവ്വ രാവിലെ ഉദ്യോഗസ്ഥർ കോളനിയിലെത്തി കാർഡ് കൈമാറി.